എല്ലാവരും ഇങ്ങനെയുള്ള വെള്ളക്കെട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. തോടുകളാണെങ്കിലും നിറഞ്ഞ് ഇനിയിപ്പോ ഒരു 6 മണിയാണ്ട് ഈ വെള്ളം ഇറങ്ങൂല. ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകാനോ ഒന്നിനും ഒരു നിവൃത്തി ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് ഈ 40 വർഷമായിട്ടും ഇതേ സമാന സാഹചര്യം തന്നെയാണല്ലോ. അതെ, ആരോട് പറഞ്ഞിട്ട് ആരും ഒന്നും തിരിഞ്ഞു നോക്കണ്ടേ, അതും കൂടി ചെയ്യണില്ല. പിന്നെ ഞങ്ങൾ എന്തു പറയാനാണ്? ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഇവിടെ വന്ന് താമസിച്ചിട്ട്. അപ്പം അന്ന് തുടങ്ങി ഇവിടെ വെള്ളം കയറലുണ്ട്. അത് ഉപ്പ് വെള്ളം വന്നാലും ഇവിടെ കയറും. പിന്നെ നല്ല ഇപ്പെന്ന് വെച്ചാൽ മഴയല്ലേ, മഴക്കാലത്തും വെള്ളം ഇപ്പം കൂടുതലാണ് കയറാറ്. പിന്നെ തോടുകളൊന്നും വെട്ടാറില്ല. തോടുകൾ വെട്ടണമെങ്കിലല്ലേ വെള്ളം വരാതിരിക്കുള്ളൂ. ഇപ്പം ഏറ്റം കയറുമ്പോഴും മുറ്റത്തേക്ക് വെള്ളം കയറിയാണ്. അതുകൊണ്ട് ഭിത്തികളും എല്ലാം നശിക്കുന്നു. കഴിഞ്ഞൊരു 50 വർഷമായിട്ട് CPM ഭരിക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 22ാം വാർഡായിട്ടുള്ള കക്കമാടൻ തുരുത്തിലെ വീടുകളുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. വലിയ തരത്തിൽ തന്നെ പുഴയിൽ നിന്ന് വേലിയേറ്റം കയറി ഉപ്പ് വെള്ളവും, അതോടൊപ്പം തന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഉപ്പുവെള്ളം കയറി ഓൾറെഡി ഇവരുടെ എല്ലാം വീടുകൾ നശിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഇതൊന്ന് പേച്ച് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കയറി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥയൊന്ന് പരിഹരിക്കാനോ ഇത്രയും കാലമായിട്ട് ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. നമസ്കാരം, ഞാനെന്നുള്ളത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 22ാം വാർഡായിട്ടുള്ള കക്കമാടൻ തുരുത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാ സമയങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും ഈ ഗ്രാമത്തിലെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന ഒരു വലിയ പ്രതിസന്ധി. വീടുകളൊക്കെ പണിത് നല്ല സെറ്റാക്കിയാലും ഉപ്പ് ബാധിച്ചിട്ട് തകരുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ മഴക്കാലം കൂടിയാവുന്ന സമയത്ത് വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യമാണ്. നിരവധി വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനത അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിന് പരിഹാരം കാണാനായിട്ട് ഇവിടുത്തെ ഗ്രാമവാസികൾ നിരന്തരമായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ അധികാരികളോടും ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളോടും പറഞ്ഞിട്ടും ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഇവരൊരു സിറ്റുവേഷൻ എന്താണെന്ന് ഇവിടെയുള്ള അമ്മമാരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേരെന്തായിരുന്നു? വനജ. ഈ അമ്മ ഇവിടെ താമസിക്കുന്ന കാലഘട്ടം മുതൽക്കേ ഇതേ അവസ്ഥ തന്നെയാണോ? എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. ഈ 40 വർഷമായിട്ടും ഇതുപോലെ തന്നെ വെള്ളക്കെട്ടാണോ? അതെ, ഇതുപോലെ തന്നെ വെള്ളക്കെട്ടാണ്. ശരി. അപ്പൊ ഇതിന് പരിഹരിക്കാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും ഇത് തിരിഞ്ഞു നോക്കണില്ല. എന്റെ ഭർത്താവ് ഒരു രോഗിയാണ്. അതിന് 2 പ്രാവശ്യം മരുന്നിനുണ്ടായിട്ട് നിങ്ങൾ കസേരയിലെടുത്ത് വിടുന്ന ആ റോഡ് വരെയും കൊണ്ടുപോയിട്ടാണ് മരുന്നിനും ഉണ്ടാകാൻ പറ്റിയത്. അങ്ങനത്തെ അവസ്ഥകളാണ്. ഞങ്ങൾക്ക് ആരോട് പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ല. ആരും തിരിഞ്ഞും കൂടി നോക്കണില്ല. വോട്ട് ചെയ്യാൻ വരുമ്പോ എല്ലാവരും വരും, അത് മാത്രം മതി ആൾക്കാർക്ക്. അപ്പൊ ഈ വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് ഇവരോട് പറയാറില്ലേ? പറയാറുണ്ട്. പറഞ്ഞിട്ട് അവര് അതിന് പരിഹാരം കാണാൻ അന്നേരം പറയും, അല്ലാണ്ട് അവരൊന്നും തിരിച്ചിങ്ങോട്ട് മറുപടി പറയില്ല. അതും കഴിഞ്ഞ് അവര് പോവുകയാണ്. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇതിന് ഇടയിലൊക്കെ ഈ വാർഡ് മെമ്പറൊക്കെ കാണുന്ന സമയത്ത് അവരോട് ഇതൊന്ന് സൂചിപ്പിക്കാറില്ലേ? അവരോടൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ അവര് പറയണത് നിങ്ങൾ പൈസ ചെലവാക്കി ഇത് ഇടാനാണ് പറയണത്. വഴി ശരിയാക്കാൻ ഞങ്ങളോട് സ്വന്തമായിട്ട് പൈസ ശരിയാക്കിയാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഈറ്റിങ്ങള് ആണുങ്ങളൊന്നും ഇല്ലാത്ത വീടാണിത്. എന്റെ ഭർത്താവ് ഒരു രോഗിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഇതില് ഈറ്റിങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും ഇവിടെ ജീവിക്കണവരൊക്കെ പാവങ്ങളാണ് സാറേ. അപ്പൊ അതിന്റെ പേരിൽ ആർക്കും 10 പൈസ, ഞാൻ മീൻ കച്ചവടത്തിന് പോയാണ് ജീവിക്കണത്. അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളാണ്. അപ്പൊ എങ്ങനെ ഈ വഴി ശരിയാക്കാൻ ഞങ്ങൾ പൈസ ചെലവാക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാ വർഷങ്ങൾ ഈ വാർഡ് തലത്തിലുള്ള വാർഡ് സഭകളൊക്കെ കൂടാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കാറില്ലേ? അതിൽ സംസാരിച്ചിട്ടുണ്ടോ ഈ വിഷയം? അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ചെന്നിട്ട് ഒരു ഉപകാരമില്ല. ഇപ്പൊ ഈ കൊല്ലത്തേന് ഞാൻ പോയില്ല. നമ്മ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷ വെച്ചാൽ ഒന്നും കിട്ടാറില്ല. ഞങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടാറില്ല. ചെല്ലാൻ പറയുമ്പോ ചെല്ലും, അത്രേ ഉള്ളു കാര്യം. അപ്പൊ ഈ വീട് തകരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ ഏകദേശം എത്രത്തോളം കുടുംബങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ടാവും? ഇവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്ത് കാശുകാരിക്ക് മാത്രം കുഴപ്പമില്ല, അല്ലാത്ത എല്ലാ പാവങ്ങൾക്കും ഇങ്ങനെ അവസ്ഥയാണ് ഉള്ളത്. എല്ലാവർക്കും ഈ ഉള്ളേരിയയിൽ താമസിക്കുന്ന ആളുകൾ എല്ലാവരും ഭയങ്കര വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അതെ അതെ അതെ, എല്ലാവരും ഇങ്ങനെയുള്ള വെള്ളക്കെട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. തോടുകളാണെങ്കിലും നിറഞ്ഞ് ഇനിയിപ്പോ ഒരു 6 മണിയാണ്ട് ഈ വെള്ളം ഇറങ്ങൂല. ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകാനോ ഒന്നിനും ഒരു നിവൃത്തി ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് ഈ 40 വർഷമായിട്ടും ഇതേ സമാന സാഹചര്യം തന്നെയാണല്ലോ. അതെ, ആരോട് പറഞ്ഞിട്ട് ആരും ഒന്നും തിരിഞ്ഞു നോക്കണ്ടേ, അതും കൂടി ചെയ്യണില്ല. പിന്നെ ഞങ്ങൾ എന്തു പറയാനാണ്? ഈ നമ്മൾ താമസിക്കുന്നത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം 50 വർഷമായിട്ട് LDF തന്നെ നിരന്തരമായിട്ട് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. നിരന്തരമായിട്ട് ഭരിക്കുന്ന സമയത്ത് അവർക്കത് പരിഹരിക്കപ്പെടാൻ അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതിൽ പ്രതിഷേധമില്ലേ? എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്.
പക്ഷെ ആരും എന്താണെന്നൊന്നും നോക്കാനോ ഒന്നിനും വരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും ഇതിനു വേണ്ടി ഇറങ്ങാൻ പറ്റൂല. ഞങ്ങൾക്ക് പണിയെടുത്തെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ MLA സുനിൽകുമാർ ഉണ്ടല്ലോ, ഇവിടെ LDFന്റെ MLA കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു വിഷയം അദ്ദേഹത്തിന് മുന്നിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ലേ? എല്ലാവരും കൂടി തീരുമാനം എടുത്ത് പിന്നെ പല അപേക്ഷകളൊക്കെയും കൊടുത്തിട്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കണില്ല. മെമ്പർ ഒട്ടും വന്നില്ല. ഉള്ള കാര്യം തുറന്നു പറയല്ല. പറയുമ്പോ പറയണ ഞങ്ങളോട് കാശ് ചെലവാക്കി ഇത് ഇടാനാണ് പറയണവര്. അപ്പൊ ഈ MLAയും വാർഡ് മെമ്പറൊക്കെ ഒരേ മാനസികാവസ്ഥയാണല്ലോ ഈ ഒരു വിഷയത്തിൽ. അതെ അതെ അതെ, ആരും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തീരുമാനിക്കാനില്ല. പേരെന്തായിരുന്നു? ഇന്ദിര. അമ്മ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്? ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഇവിടെ വന്ന് താമസിച്ചിട്ട്. അപ്പം അന്ന് തുടങ്ങി ഇവിടെ വെള്ളം കയറലുണ്ട്. അത് ഉപ്പ് വെള്ളം വന്നാലും ഇവിടെ കയറും. പിന്നെ നല്ല ഇപ്പം വെച്ചാൽ മഴയല്ലേ, മഴക്കാലത്തും വെള്ളം ഇപ്പം കൂടുതലാണ് കയറാറ്. പിന്നെ തോടുകളൊന്നും വെട്ടാറില്ല. തോടുകൾ വെട്ടണമെങ്കിലല്ലേ വെള്ളം വരാതിരിക്കുള്ളൂ. ഇപ്പം ഏറ്റം കയറുമ്പോഴും മുറ്റത്തേക്ക് വെള്ളം കയറിയാണ്. അതുകൊണ്ട് ഭിത്തികളും എല്ലാം നശിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ അധികാരികളോട് അല്ല മുനിസിപ്പാലിറ്റിയിലൊന്ന് അറിയിച്ചിട്ട് എന്താണ് അവരുടെ ഭാഗത്തുള്ള പ്രതികരണം എന്താണ്? അവിടെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ആരും ഇങ്ങനെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല, ഇന്നേവരെ ഉണ്ടായിട്ടില്ല. 50 വർഷമായിട്ട് LDF തന്നെ തുടർഭരണമുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് സാധിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പരിഹാരം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്താണ്? ജനങ്ങൾ പറയണത് അവരാരും അന്വേഷണത്തിന് വന്നിട്ടില്ല, ഇതേവരെ അന്വേഷണത്തിന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഞങ്ങൾക്ക്. അപ്പൊ കാണിച്ചു തരണം. ഇവിടുത്തെ വഴിയെല്ലാം എങ്ങനെയാണ്? വഴിയുടെ അവസ്ഥ എന്താണ്? വഴിയൊക്കെ ആകെ ചെളിയും വെള്ളമൊക്കെയാണ്. ചെളി ഒന്നിനും ആകെ ചെളിയായിട്ട് നടക്കാനൊന്നും പറ്റണില്ല ഞങ്ങൾക്ക്. പിന്നെ വെള്ളം കെട്ടി കിടക്കല്ലേ. ഈ ഉപ്പ് കയറുന്ന സമയത്ത് വീടുകൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഉപ്പ് ഇങ്ങനെ അടന്നൊക്കെ പോകും. അടിയിന്ന് എല്ലാവരും ഭിത്തികളൊക്കെ അടന്നടന്ന് പോകും. എന്നിട്ട് ഞങ്ങൾ രണ്ടാമത് ഇപ്പൊ ഇത്തിരി ഇതൊക്കെ തേച്ച് വെച്ചിരിക്കുന്നു, സിമെന്റൊക്കെ മേടിച്ച്. ഈ വീട് തകരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപ്പ് ബാധിച്ച് ഇതുപോലുള്ള വീടുകൾക്ക് തകർച്ച സംഭവിക്കുന്ന സമയത്ത് അപ്പോഴെങ്കിലും ഈ മുനിസിപ്പാലിറ്റി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും സഹായങ്ങളുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു സഹായം ഉണ്ടായിട്ടില്ല. ഒന്നുകൊണ്ടും സഹായം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇവിടെ ആരും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഒന്നുകൊണ്ടും ഞങ്ങൾക്കൊരു സഹായം ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോ ഈ അധികാരികളടുത്ത് പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടോ? ശരിയാക്കി തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അവരൊന്നും പറയാറില്ല. ഒരു പ്രതികരണമില്ല. ആരും വന്നിട്ടുമില്ല. ഇത് അന്വേഷിക്കാൻ ആരും വന്നിട്ടുമില്ല ഇവിടേക്ക്. നമസ്കാരം. പേരെന്തായിരുന്നു? ഉഷ. അമ്മ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന കാലഘട്ടം മുതൽക്കേ തന്നെ ഇവിടെ ഈ ഉപ്പുവെള്ളവും അല്ലെങ്കിൽ മഴവെള്ളവും ഒക്കെ ഇതുപോലെ തന്നെയാണോ? ഈ ഒരു സാഹചര്യമാണോ? എല്ലാ മാസവും ഉപ്പുവെള്ളം കയറാറുണ്ട്. അത് രണ്ട് മാസം അടുപ്പിച്ച് കയറിയിരുന്നു. അപ്പോൾ ചുറ്റും ചെളിയും വെള്ളവും പിന്നെ ഈ ഭിത്തികളൊക്കെ ഇങ്ങനെ നടന്നു പോവുക, തെള്ളിപ്പോവുക, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ. വഴിയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. വഴി ഒന്നങ്ങോട്ട് അപ്പുറത്തേക്ക് റോട്ടിലേക്ക് കിടക്കാനൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പരമാവധി നമുക്കൊന്ന് വയ്യാണ്ടായാൽ പോയാലും ഒന്ന് അങ്ങോട്ട് വയ്യാത്ത ആൾക്കാരൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ, ആസ്പത്രി കൊണ്ടുപോകാനൊക്കെ. അങ്ങനൊന്നും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികളടുത്ത് ഇത് അറിയിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തുള്ള പ്രതികരണം എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടും ആരും ഇതുവരെ അന്വേഷണത്തിന് വന്നിട്ടില്ല. ഇപ്പോ ഈ വാർഡ് മെമ്പറൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു അന്വേഷണത്തിനൊന്നും വരാറില്ല, ഒട്ടും വരാറില്ല. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു പ്രദേശം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ പ്രദേശത്തിന്റെ വിഷയം പരിഹരിക്കാൻ പോലും സാധിക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടല്ലത്? ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാ ഇതിനോട് പ്രതികരിക്കുന്നത്? അതിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്?